blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരുപക്ഷെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറയുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നെയ്യാറ്റിൻകരയിൽ നിന്നും ബി കാമരാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അങ്ങ് തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുമുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ മകൾക്ക് ഫിറ്റ്സിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുക്കണമേ. അതുപോലെ അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നത് നിർത്തുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചിയിൽ നിന്നും മിനി ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കറുകച്ചാൽ ഏപ്രിൽ 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 വരെ. അമ്പാട്ട് ഓഡിറ്റോറിയം, വാഴൂർ റോഡ്, ആർക്കാഡിയ ഹോട്ടലിന് എതിർവശം, കറുകച്ചാൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഏപ്രിൽ 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ഇന്നത്തെ മെസ്സേജ് വളരെ നല്ലതായിരുന്നു. നമ്മുടെ മനസ്സിനെ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഇതിലും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആത്മാവിൽ കൂടുതൽ വളരുന്നതിനെ പറ്റിയായിരുന്നു. വളരെ നല്ല മെസ്സേജായിരുന്നു. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. If nobody knows you in this world today, no problem. ഇന്ന് ഈ ലോകത്തിലെ ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. Grow in the spirit. ആത്മാവിൽ വളരുക. Tomorrow you will be the most wanted person in the world. നാളെ ലോകത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ മാറാൻ പോവുകയാണ്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുക. Second Timothy chapter 1, 2 തിമോഥെയോസ് 1-ാം അധ്യായം verse number 7. 7-ാമത്തെ വചനം. For God has not given us a spirit of fear, but of power and of love and of a sound mind. ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെയും ഭയത്തിന്റെയും ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ തന്നത്. But in the English translation, instead of subotham, for subotham we read is a sound mind. അവിടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ സുബോധം എന്നതിന് പകരമായി ആരോഗ്യമുള്ള മനസ്സ് എന്നാണ് കാണുന്നത്. Sound mind means not noisy mind but healthy mind. സൗണ്ട് മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്നത് വളരെ ശബ്ദകോലാഹലമുള്ള മനസ്സ് എന്നുള്ളതല്ല, ആരോഗ്യകരമായ മനസ്സ് എന്നതാണ്. Hallelujah. Hallelujah. So when the Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ he is not the spirit of fear, അവൻ ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ആത്മാവല്ല, but he is the spirit of power. അവൻ ശക്തിയുടെ ആത്മാവാണ്. The Holy Spirit is not a weak spirit. പരിശുദ്ധാത്മാവ് ബലഹീന ആത്മാവല്ല. Some people think that when the Holy Spirit he comes as a dove, പല ആളുകളും ചിന്തിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പ്രാവിനെ പോലെ, a weak bird, ഒരു ബലഹീന പക്ഷി. Remember, the Holy Spirit is not a dove. പരിശുദ്ധാത്മാവ് ഒരു പ്രാവല്ല. He came in the form of a dove. അവൻ പ്രാവിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. He is not dove. അവൻ പ്രാവല്ല. Hallelujah. Hallelujah. The Holy Spirit sometimes will come in the form of water, but he is not water. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ വെള്ളത്തിന്റെ രൂപത്തിൽ വരാം, പക്ഷേ അവൻ ജലമല്ല, വെള്ളമല്ല. Hallelujah. Hallelujah. He is a person. അവനൊരു വ്യക്തിയാണ്. The Holy Spirit is God himself. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. He is the spirit of. അവൻ എന്തിന്റെ ആത്മാവാണ്? ശക്തിയുടെ ആത്മാവ്. ശക്തിയുടെ പറ. ശക്തിയുടെ ആത്മാവ്. എന്താത്മാവാ? He is the spirit of power. അവൻ ശക്തിയുടെ ആത്മാവാണ്. And of love.
സ്നേഹത്തിന്റെയും and a sound mind. മാത്രമല്ല ആരോഗ്യകരമായ മനസ്സിന്റെയും. Hallelujah. Hallelujah. So when the Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ he comes to give you a healthy mind. അവൻ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു മനസ്സ് നൽകുവാൻ വരുന്നു. Generationally, some people have weak minds. പാരമ്പര്യ അല്ലെങ്കിൽ പൈതൃകമായ ചില ആളുകൾക്ക് ബലഹീനമായ മനസ്സുണ്ടാകാം. ശ്രദ്ധിക്കുന്നുണ്ടോ? By birth, some people have very weak mind. ചിലർ ജന്മനാ തന്നെ ദുർബല മനസ്സിന് ഉടമകളാണ്. I was like that. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. I had a very, very, very weak mind. ഞാൻ വളരെ ദുർബലമായ മനസ്സുള്ള വ്യക്തിയായിരുന്നു. But when the Holy Spirit came, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, when the Holy Spirit came, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, I said when the Holy Spirit came, ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, when the Holy Spirit came, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, he started to move on my mental structure. എൻ്റെ മനസ്സിന്റെ ഘടനയിൽ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. Hallelujah. Hallelujah. Because he is the spirit of a sound mind. കാരണം ആ പരിശുദ്ധാത്മാവ് ഏറ്റവും ആരോഗ്യകരമായ മനസ്സിന്റെ ആത്മാവാണ്. Anybody connected to this worship service, listening to this message, let me tell you a great news. It is a good news, and the good news is that your weak mind can be strengthened so that you will have a healthy mind. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദുർബല മനസ്സിനെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്താൻ പോവുകയാണ്. പോരല്ലോ, കൈയടിച്ചത് പോരാ. മനസ്സിന് ശക്തി വേണമെന്ന് പറയുന്നവർ, ആരോഗ്യം വേണമെന്ന് പറയുന്നവർ കൈകൾ അടിച്ചുകൊണ്ട് പറ, പരിശുദ്ധാത്മാവേ, move in my spirit, move in my mind. എന്റെ ആത്മാവിൽ അങ്ങ് ചലിക്കണമേ, എന്റെ മനസ്സിൽ അങ്ങ് പ്രവർത്തിക്കണമേ. പോരാ പോരാ പോരാ. എല്ലാവരും ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ, എന്റെ മനസ്സിൽ, എന്റെ ആത്മാവിൽ അങ്ങ് പ്രവർത്തിക്കണമേ. Say hallelujah. Hallelujah. One more hallelujah. ഒരിക്കൽ കൂടെ. The Holy Spirit comes on you to give you a healthy mind. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സ് തരുവാൻ വരുന്ന ദൈവമാണ്. We have received the free gift of salvation. നമുക്ക് രക്ഷ സൗജന്യമായി സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. For salvation, the Greek word used is sozo. രക്ഷിക്കപ്പെടുന്ന രക്ഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് എന്നുള്ളത് സോസോ എന്നാണ്. The meaning of the word sozo is number one, salvation. ഈ സോസോ എന്ന വാക്കിന്റെ ആദ്യത്തെ അർത്ഥം രക്ഷ. Then in sozo there is healing. സോസോ എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുള്ളത് സൗഖ്യം. In sozo there is deliverance. സോസോയ്ക്കകത്ത് വിടുതലുണ്ട്. In sozo there is protection. സോസോ എന്ന വാക്കിൽ സംരക്ഷണമുണ്ട്. In sozo there is also sound mind. മാത്രമല്ല സോസോ എന്ന വാക്കിനകത്ത് ആരോഗ്യമുള്ള മനസ്സ് എന്നർത്ഥം. Hallelujah. Hallelujah. So when you receive sozo, നിങ്ങൾ ആ സോസോ സ്വീകരിക്കുമ്പോൾ, ഉറക്കെ പറഞ്ഞേ, sozo. സോസോ, ഉറക്കെ പറയാം. When you receive salvation, നിങ്ങൾ രക്ഷ സ്വീകരിക്കുമ്പോൾ, you receive healing, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നു, deliverance, വിടുതൽ ലഭിക്കുന്നു, protection, സംരക്ഷണം ലഭിക്കുന്നു, and also a sound mind. മാത്രമല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ്. In other words, when the power of the Holy Spirit comes on you, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, he comes to stay with you forever. ആ പരിശുദ്ധാത്മ നിങ്ങളോടൊപ്പം എന്നേക്കും വസിക്കുവാനാണ് വരുന്നത്. The Holy Spirit comes to you not to stay with you for 1 week. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരുന്നത് ഒരാഴ്ച താമസിക്കുവാനല്ല, not for 1 month, ഒരു മാസം താമസിക്കാനല്ല, not for 3 years. 3 വർഷം താമസിക്കാനല്ല. Jesus said, I will ask the Father for the promise and I will send you another counselor so that he will be with you forever. ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, ഞാൻ പിതാവിനോട് ചോദിക്കുകയും വാഗ്ദത്തമായ കാര്യസ്ഥനെ, ആശ്വാസപ്രദനെ നിങ്ങളോടൊപ്പം എന്നേക്കും വസിക്കുവാനായി അവൻ അയച്ചു തരും. When you say I am alone, you are not alone. നിങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. എൻ്റെ ബ്രദറെ, എനിക്ക് പോകാൻ പേടി, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല.
that is wrong. You are not going there alone. The Holy Spirit is there with you, inseparable companion. നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒപ്പമുണ്ട്. ഒരിക്കലും നിങ്ങളിൽ നിന്ന് വേർപിരിപ്പിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായി, സഖിയായി യേശു കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ. Suppose somebody is accompanying you always. നിങ്ങൾ ചിന്തിക്കുക, ഒരാൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. I'm talking about a human being. ഞാനൊരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. Suppose he is coming or she is coming. അവനോ അവളോ നിങ്ങളുടെ ഒപ്പം വരികയാണ്. You go to the hospital, that person is coming. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ അദ്ദേഹം കൂടെ വരുന്നു. That person is coming to the market. ആ വ്യക്തി മാർക്കറ്റിൽ നിങ്ങളുടെ കൂടെ വരുന്നു, സ്കൂളിൽ വരുന്നു. Wherever you are going, that person is coming. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ആ വ്യക്തി കൂടെ ഇങ്ങനെ വരികയാണ്. But one day when you die, എന്നാൽ ഒരിക്കൽ നിങ്ങൾ മരിക്കുമ്പോൾ, can that person come with you? ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ സാധിക്കുമോ? No. ഒരിക്കലുമില്ല. But the Holy Spirit will come. എന്നാൽ പരിശുദ്ധാത്മാവ് വരും. Because even when in the deathbed and even when you die, even after your death, the Holy Spirit will be with you because He has come to be with you forever. നിങ്ങളുടെ മരണക്കിടക്കയിലും നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾ മരിച്ചതിന് ശേഷവും ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടു പിരിയുന്നില്ല. കാരണം അവൻ എന്നും എന്നേക്കും നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ആത്മാവാണ്. When you die, the soul and spirit will come out. നിങ്ങൾ മരിക്കുമ്പോൾ ആ മൃതശരീരത്തിൽ നിന്നും നിങ്ങളുടെ ആത്മാവും മനസ്സും പുറത്തേക്ക് വരുന്നു. Even that time your wife or your husband cannot come with you, but the Holy Spirit, because He is a spirit, He will come with your spirit. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ ആർക്കും നിങ്ങളുടെ ഒപ്പം വരുവാൻ കഴിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ ആത്മാവായതുകൊണ്ട് നിങ്ങൾക്കൊപ്പം അവൻ പുറത്തേക്ക് വരികയാണ്. Hallelujah. Hallelujah. That's why He said He is said to be an inseparable companion. അതുകൊണ്ടാണ് അവൻ ഒരിക്കലും വേർപിരിയാത്ത സഖിയാണ് എന്ന് പറയുന്നത്. Say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. Hallelujah. Hallelujah. So God has designed our mind in such a way that we can grow mentally. ദൈവം നമ്മുടെ മനസ്സിനെ നമ്മൾ മാനസികമായി വളരുവാൻ സാധിക്കുന്ന രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. Sometimes when we look at some people, they grow physically but the mind is not growing. ചില ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവർ ശാരീരികമായി വളരുന്നുണ്ട്, എന്നാൽ മനസ്സിൽ അവർക്ക് വളർച്ചയില്ല. 30 വയസ്സിന്റെ ശരീരമുണ്ട്, പക്ഷെ 15 വയസ്സിന്റെ വളർച്ചയെ മനസ്സിനുള്ളൂ. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പുള്ളിയുടെ തടിയൊക്കെ ഉണ്ട്, 30 വയസ്സ് വളർന്നിട്ടുണ്ട്, പക്ഷേ ഉള്ളിൽ 15 വയസ്സിന്റെ വളർച്ചയേ ഉള്ളൂ. Why? Because the mind is growing in proportion to the physical growth. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആനുപാതികമായി മനസ്സ് വളരുന്നില്ല. That means even if you are saved or not, naturally there will be a certain level of mental growth. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രത്യേകമായ പരിധിയിലുള്ള മാനസിക വളർച്ച എല്ലാവർക്കും ഉണ്ട്. For example, 1 Corinthians chapter 13 verse number 11. 1 കൊരിന്ത്യർ 13:11 വായിക്കുന്നു. When I was a child, I spoke as a child. I understood as a child. I thought as a child. But when I became a man, I put away childish things. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ വിവേചിച്ചു. പുരുഷനായപ്പോൾ ശിശു സഹജമായ കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. Hallelujah. Hallelujah. This happens to all of us. ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. That is a natural growth. ഇതൊരു സ്വാഭാവിക വളർച്ചയാണ്. But there should be a deliberate growth in our mind when we come to the Lord. എന്നാൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ബോധപൂർവമായ ഒരു വളർച്ച നമ്മുടെ മനസ്സിലുണ്ടാകണം. Hallelujah. Hallelujah. Now the rest of the things that I'm going to tell you is very important. തുടർന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ആളെ തൊട്ടിട്ട് പറയാ, ഇനിയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇനിയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അതൊരു 3 പേരോടെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇനിയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. Hallelujah. ഇനിയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. Now, how do you grow mentally? എങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ വളരുന്നത്? എത്ര പേർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്? ഇതിനകത്തുള്ള മനസ്സ് വളരാൻ എന്ത് ചെയ്യണം? What is the food for mental growth? മാനസിക വളർച്ചയ്ക്കുള്ള ഭക്ഷണം എന്താണ്? The food for your mind is knowledge. നിങ്ങളുടെ മനസ്സിന്റെ വളർച്ചയ്ക്കുള്ള ഭക്ഷണം എന്നത് പരിജ്ഞാനമാണ്. Mental growth basically means growing in knowledge.
ഒരാളുടെ മാനസിക വളർച്ച എന്നതിന്റെ അർത്ഥം അറിവിൽ, പരിജ്ഞാനത്തിൽ വളരുക എന്നതാണ്. Somebody say hallelujah. ഹല്ലേലൂയ. Hosea chapter 4 verse number 6. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ വചനം. My people are destroyed for lack of knowledge. Because you have rejected knowledge, I also will reject you from being priest for me. Because you have forgotten the law of your God, I also will forget your children. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. എല്ലാവരും പറഞ്ഞ പരിജ്ഞാനമില്ലായകയാൽ, പരിജ്ഞാനമില്ലായകയാൽ, കുറച്ചുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അറിവില്ലായകയാൽ ദൈവജനം നശിച്ചു പോകും. അറിവ് വർദ്ധിക്കുന്നില്ലെങ്കിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് യുവർ സീനിയോറിറ്റി, ഇറ്റ്സ് നോട്ട് യുവർ ജൂനിയോറിറ്റി. ഇത് നിങ്ങൾ സീനിയർ ആണോ ജൂനിയർ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല. ഇറ്റ്സ് നോട്ട് ദ ഇയേഴ്സ് നിങ്ങൾ സ്പെൻഡ് ഇൻ ചർച്ച് സർക്കിൾസ്, നിങ്ങൾ സഭയിൽ ചിലവിട്ട വർഷങ്ങളുടെ കണക്കിന് അടിസ്ഥാനമാക്കിയല്ല. ആർ യു റിസീവിംഗ് നോളജ്? നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നുണ്ടോ? ഇഫ് യു ആർ നോട്ട് റിസീവിംഗ്, you are not growing mentally. നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരുന്നില്ല. And there are chances for you to be destroyed. മാത്രമല്ല നശിച്ചു പോകുവാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി മറ്റു പലതിനെയൊക്കെ തൊടാൻ വേണ്ടിയിട്ട് യോബിന്റെ കാര്യത്തിൽ ശ്രമം നടന്നിട്ടുണ്ടാകാം. പക്ഷെ ജീവനെ തൊടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഒരു അത്ഭുത സാക്ഷ്യമാണ്. അതായത് ഈ മകളുടെ വിവാഹം കഴിഞ്ഞത്, ഇവരുടെ വിവാഹം കഴിഞ്ഞത് ജനുവരി 18-ാം തീയതി ആയിരുന്നു. കഴിഞ്ഞ മാർച്ച് 14-ാം തീയതിക്ക് മുന്നായിട്ട് ഒരു 4 ദിവസം മുൻപ് ഇവൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നമാണോ അതോ ദർശനമാണോ എന്ന് അറിയത്തില്ല. പക്ഷെ അത് ഇങ്ങനെ കാണുകയാണ്. അതായത് വലിയൊരു ചെക്ക് ഡാം, ആ ചെക്ക് ഡാം പൊട്ടിയിട്ട് വളരെ ശക്തമായിട്ട് വെള്ളം ഒഴുകി വരിക. ആ വെള്ളത്തിൻ്റെ പാച്ചലിൻ്റെ സൈഡിൽ ഈ മകൾ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവൾ മരിക്കാൻ പോവാണ്. ഈ സമയത്ത് ഇവിടെ അകത്ത് പറയുന്നുണ്ട്, നീ മരിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് നോക്കുമ്പോൾ ആകാശത്തിലൂടെ ഒരു 4 പ്ലെയിൻ ഇവിടെ റെസ്ക്യൂ ചെയ്യാനായിട്ട്, രക്ഷിക്കാനായിട്ട് പറക്കുന്നുണ്ട്. ഇവിടെ രക്ഷിക്കാനാണെന്ന് ഇവൾക്കറിയാം. പക്ഷെ ഇവിടെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ മരിക്കാൻ പോവാണ്. ഇങ്ങനൊരു സംഭവം ഇവൾ കാണുകയാണ്. അതിനുശേഷം അവർ വന്നു, റെസ്ക്യൂ ചെയ്തു, ഇവിടെ പുറത്തെടുത്തു, ഒരു സ്ഥലത്ത് സേഫായിട്ടുള്ള സ്ഥലത്ത് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവളുടെ അകത്ത് ഇവളുടെ ഇൻറ്റേർണൽ സ്പിരിറ്റ്, ഇവളുടെ ആത്മാവ് ഇവളോട് തന്നെ പറയുക, നീ മരിക്കാൻ പോവാണ്. ഇങ്ങനത്തെ ഒരു പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകള് തന്നെ പറയുക, ഇല്ല ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കും. ഈ വചനം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം 7 മണിയായി കഴിഞ്ഞപ്പോൾ ഈ മകള് അൺകോൺഷ്യസ് ആകുക. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവൾക്കും അറിഞ്ഞുകൂടാ, വീട്ടുകാർക്കും അറിഞ്ഞുകൂടാ, എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇരുന്നാൽ ഒരു ഫിറ്റ്സ് പോലെ വരും, കിടക്കുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെയും വീട്ടുകാർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഇരുത്തി നോക്കുമ്പോൾ ഇവൾ ഫിറ്റ്സ് പോലെ, ഇവൾ ഏതോ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത് പോലെ ഫീൽ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇവൾ കണ്ട സ്വപ്നം മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. നീ മരിക്കാൻ പോവുക എന്നുള്ളൊരു സ്വപ്നം ഇവിടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവളുടെ അകത്ത് തന്നെ പറയില്ല, ഞാൻ മരിക്കത്തില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വീട്ടുകാർക്കും അറിഞ്ഞൂടെ, ഒന്നും അറിഞ്ഞൂടെ. ഇവളുടെ ഭർത്താവ് ഓടിച്ചെന്ന് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇവളുടെ ആളെ കണ്ടിട്ട് എവിടെയോ ബ്ലഡ് ഊസ് ഔട്ട് ആകുന്നുണ്ട്, ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ട്, ബ്ലീഡിങ് നടക്കുന്നുണ്ട്, എവിടെയാണെന്ന് അറിയില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഇവളെ ഒന്ന് പുറത്തെടുക്കാനോ, ഇവളുടെ റൂം 2-ാം നിലയിലാണ്, അവിടെ നിന്ന് കൊണ്ടുവരാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഇവിടുത്തെ പ്രശസ്തമായ ഹോസ്പിറ്റൽ ഡോക്ടറായിരുന്നു. ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ അവിടുന്ന് അപ്പോൾ തന്നെ ആംബുലൻസ് വന്നു. ഈ ആംബുലൻസിൽ അന്ന് കണ്ടതുപോലെ കുറച്ച് പേര് വന്ന് ഇവളെ പുറത്തേക്ക് കൊണ്ടുപോവുക, ആംബുലൻസിൽ കയറ്റി ഇവളെ കൊണ്ടുപോവുക. ഇവളകത്ത് ബോധമുണ്ട്, പക്ഷെ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. എന്താ പറ്റിയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല.
അവിടെ ചെന്നപ്പോഴും ഇവിടെ ബോധമില്ല. വീണ്ടും ഡോക്ടർ പറഞ്ഞു, ഇവിടെ പൾസെല്ലാം പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ആൾ ആകെ പ്രശ്നത്തിലാണ്, ഇനി ബോധം കെടാൻ ഇടവരരുത്, ഇവൾ മയക്കത്തിലേക്ക് പോകരുത്, പോയാൽ ചിലപ്പോൾ ആളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സ്കാനിങ്ങിന് കയറ്റി. സ്കാനിങ് പകുതിയാകുമ്പോഴേക്കും ഇവളുടെ അബ്ഡമൻ വയറിൽ നിറച്ചും ബ്ലഡ് കട്ടയായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. ബ്ലഡ് നിറഞ്ഞു നിൽക്കുന്നത്, ഏകദേശം 3 ലിറ്ററോളം ബ്ലഡ് അതിൽ ഫ്ലോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു ഇനി സ്കാനിങ് ഒന്നും വേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് കൊടുത്തു. സംഭവിച്ചതായിരുന്നു, നമുക്ക് ആർക്കും അറിയില്ല, ഇവളുടെ അകത്ത് ഫിലോപ്പിയൻ ട്യൂബിൽ ആയിരുന്നു പ്രഗ്നൻസി. ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, 1.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഈ പ്രഗ്നൻസി ഉണ്ടായത് അകത്തുള്ള ട്യൂബിലായിരുന്നു. ആ ട്യൂബ് പൊട്ടി, അത് ബൾജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്യൂബ് പൊട്ടിപ്പോയതാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊരു കേസ് വന്നാൽ കൃത്യസമയത്ത് അവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെ ഭാരമാണ്, പ്രയാസമാണ്. കാരണം ആർക്കും അറിയില്ല ഇതെന്താ സംഭവിച്ചതെന്ന്, ആർക്കും അറിയില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് ആ ഡോക്ടർ വരാനും കൃത്യസമയത്ത് ആംബുലൻസ് വരാനും, അങ്ങനെ ആ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് പേർ വന്ന് ഇവളെ പൊക്കിയെടുത്ത് അതിലേക്കിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവളെ പൂർണ്ണമായിട്ട് രക്ഷിക്കുവാനും ഒക്കെ ദൈവം, എൻ്റെ കർത്താവ് ഒരു വഴി ഉണ്ടാക്കി. കർത്താവിനെ സ്തുതിക്കാമോ? എനിക്കറിയാം നമ്മുടെ കൂട്ടായ്മയിലുള്ളൊരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ ഞാൻ കേട്ടത് ഇത് സർജറി ചെയ്യേണ്ട ഡോക്ടേഴ്സിൻ്റെ എല്ലാം വീടുകളിൽ അദ്ദേഹം പോയി ഡോക്ടേഴ്സിനെല്ലാം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ജിത്തു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം, കാരണം ഇത് വെളുപ്പിന് ഉള്ള സമയത്തൊക്കെയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ രാത്രി ആ സമയത്ത് 1 മണി 2 മണി സമയത്തൊക്കെ ഞങ്ങളൊക്കെ പ്രയറിലായിരുന്നു. അന്ന് ബ്രദർ മനോജ് വിളിച്ച് പറയുമ്പോൾ വളരെ ക്രിറ്റിക്കലാണ് ആൻറ്റി, വല്ലാത്ത പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ ദൈവം തന്ന ഒരു വാഗ്ദാന വചനം ഉണ്ടായിരുന്നു. ദൈവം ജീവൻ നൽകും, പക്ഷെ സാധാരണ ജീവനല്ല, സമൃദ്ധിയായ ജീവൻ. ഞാൻ ആ രാത്രി മനോജിനോട് വിളിച്ചു പറഞ്ഞു, സമൃദ്ധിയായ ഒരു ജീവൻ തന്നെയാണ് ദൈവം നൽകാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അതിനേക്കാൾ ഉപരി ജീവനോടെ ഇവിടെ കാണാൻ സീനെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞാലും നിന്റെ ജീവനെ തൊടുവാൻ കർത്താവ് ഒരു സാത്താനെയും അനുവദിച്ചിട്ടില്ല. എത്ര വിശ്വാസികൾ ആമേൻ പറയും? വിശ്വസിക്കുക, കർത്താവ് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. മറ്റു പലതിനെയൊക്കെ തൊടാൻ വേണ്ടിയിട്ട് യോബിൻ്റെ കാര്യത്തിൽ ശ്രമം നടന്നിട്ടുണ്ടാകാം, പക്ഷെ ജീവനെ തൊടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. വിശ്വസിക്കണം. അതുകൊണ്ട് നമ്മളൊരു വിശ്വാസിയായി കർത്താവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ജീവൻ കർത്താവിൻ്റെ ഭാണ്ഡത്തിൽ കർത്താവ് കെട്ടിയിരിക്കുകയാണ്, അത് അവൻ്റെ കയ്യിൽ കർത്താവ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രോഗ്രാമിൽ കേട്ട വചനം പോലെ, മിറക്കിൾസ് ടുഡേയിൽ കണ്ട അനുഭവ സാക്ഷ്യം പോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും ചിലത് ചെയ്യും എന്ന് വിശ്വസിക്കുക. ദൈവം നമ്മിൽ നിന്ന് ആരിൽ നിന്നും അകന്നവനല്ല. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്ത് വരുന്നവനാണ് നമ്മുടെ ദൈവം. കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ കൈ നീട്ടി ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൽ തന്നെ ബെഞ്ചമിൻ എന്ന് പേരുള്ളൊരു സഹോദരൻ, കരളിന് എന്തൊക്കെയോ പ്രയാസങ്ങളുള്ളൊരു ബെഞ്ചമിൻ, കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ തന്നെ ചില അഡിക്ഷൻസ്, മദ്യപാനം, പുകവലി, മറ്റേതെങ്കിലും രീതിയിലുള്ള ലഹരി മരുന്നുകൾ, ഇതിൻ്റെ എല്ലാം അഡിക്ഷനിൽ നിന്നും കർത്താവ് പലരെയും സ്വതന്ത്രമാക്കുന്നു. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതകരമായി മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ തകരാറ് കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതിൽ തന്നെ സുഷമ എന്നു പേരുള്ള ഒരു സഹോദരി നട്ടല് സംബന്ധമായ രോഗത്തിൽ നിന്ന് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ ബാക്ക് പെയിൻ, ബാക്കിനോട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. നിങ്ങളുടെ 2 കൈകളും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ ഒരു അനുഗ്രഹത്തെ, അത്ഭുതത്തെ സ്വീകരിക്കുക. അതിൽ തന്നെ തലമുടി ഭയങ്കരമായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ വളരെ വറീഡായിട്ടുള്ള ചില വ്യക്തികൾ, അതിൽ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ ആ പ്രയാസത്തിൽ നിന്നും പുറത്ത് വരട്ടെ. തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, എല്ലാ വിടുതലുകളും അങ്ങ് കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു.
താങ്ക് യു ജീസസ്. ഏത് വിഷയത്തിൻ്റെ അത്ഭുതങ്ങൾ അങ്ങ് പ്രവർത്തിക്കണമേ. ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി, തടസ്സങ്ങളെ തകർക്കുക, ദൈവപ്രസാദം, ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ ബന്ധപ്പെടാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.